ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് ശനിയുടെ വക്രഗതിയെപ്പറ്റിയുള്ള വിശേഷാൽ ഫലങ്ങളാണ്. ശനിയുടെ വക്രഗതി ആരംഭിച്ചത് ജൂലൈ മാസം 13-ാം തീയതിയാണ്. എന്നാൽ ആ ഒരു വക്രഗതിയുടെ പൂർണ്ണ ഫലം, അതായത് ശനി ആ വക്രഗതിയിൽ വളരെയധികം ശക്തി പ്രാപിക്കുന്ന സമയം സെപ്റ്റംബർ 10-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. സെപ്റ്റംബർ 10 മുതൽ നവംബർ 28 വരെയുള്ള ഒരു കാലഘട്ടം. ഈ ഒരു സമയം നോക്കുമ്പോൾ 12 രാശികളിൽ വരുന്ന ഒരു 7 രാശികളിൽ ജനിച്ച ആ ഒരു നക്ഷത്രക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ജീവിതത്തിൽ ഒരു യോഗ ഫലങ്ങൾ ശനി നൽകുന്ന സമയമാണ്. ഈ വരുന്ന ഒരു 2.5 മാസ കാലയളവിനുള്ളിൽ ഈ പറയുന്ന രാശികളിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെയധികം ഈശ്വരാനുഗ്രഹം, മുന്നേറ്റമൊക്കെ ലഭിക്കുന്ന സമയമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു നന്മ ലഭിക്കണമെങ്കിൽ അതിനൊരുപാട് കാലത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് വർഷത്തിൻ്റെയോ കാലത്തിൻ്റെയോ കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല. ഒരു നിമിഷം മതി ജീവിതത്തിലെ പല പ്രശ്നങ്ങളും വിട്ടുമാറി നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വരുന്നതും ഒരു നിമിഷം കൊണ്ടാണ് പലരുടെയും ജീവിതം മാറി മറിയുന്നതും. മുന്നോട്ടുള്ള സമയം ശനിയുടെ വക്രഗതിയിൽ ശനി ഏറ്റവും ബലവാനായിട്ട് സഞ്ചരിക്കുന്ന സമയവും ആ ശനിയിൽ നിന്ന് അത്രമേൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയവുമാണ്. ഇവിടെ പറയുന്ന രാശികളിൽ ജനിച്ച ആ ഒരു നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികളെല്ലാം ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഒരു ജനന ജാതകം കൂടെ പരിശോധിച്ച് ആർക്കെങ്കിലും ജാതകവശാൽ ശനി ദശ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശനിയുടെ അപഹാരമാണോ, ശനി നിങ്ങൾക്ക് ജാതകവശാൽ ശുഭനാണോ പാപനാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി ജാതകത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാര മാർഗ്ഗങ്ങളും കൂടെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അധികം വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. പല വ്യക്തികളെയും സംബന്ധിച്ച് നമ്മൾ യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ജനന ജാതകത്തിനും പ്രാധാന്യമുണ്ട്. ഇവിടെ പറയുന്ന 7 രാശികളിൽ വരുന്ന നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികൾക്കും ഈ ഫലങ്ങൾ നല്ല രീതിയിൽ അനുഭവത്തിൽ വരും. ജാതകവശാൽ കൂടെ നിങ്ങൾക്ക് കാലം സമയം അനുകൂലമാണെങ്കിൽ ആ ലഭിക്കുന്ന ഗുണഫലങ്ങൾ 10 മടങ്ങ് ഇരട്ടിയായിട്ട് വന്നു ചേരും. അതല്ലാതെ വരുമ്പോഴാണ്, ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് ആ ലഭിക്കുന്ന ഫലങ്ങളിൽ കുറവുകൾ, ആ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു നൽകുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ രാശികളിൽ വരുന്ന നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്കാണ് ഈ ഒരു ശനിയുടെ വക്രഗതി സെപ്റ്റംബർ 10 മുതൽ നവംബർ 28 വരെ ജീവിതത്തിൽ അപ്രതീക്ഷിത യോഗഫലങ്ങൾ, മാറ്റങ്ങൾ, നന്മകൾ നൽകുന്നതെന്ന് നോക്കാം. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളാണ് സെപ്റ്റംബർ 10 മുതൽ അനുഭവത്തിൽ വരുന്നത്. പൊതുവേ 7.5 ശനിയുടെ തുടക്ക കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങൾ ശനി 12-ാം ഭാവമായി വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ച് എവിടെ തൊട്ടാലും എല്ലാം പാഴ്ചിലവുകൾ എന്ന് പറയുന്ന അവസ്ഥയാണ്. അതായത് പണം നമുക്ക് ഏത് വഴിയിൽ കൂടെ ചിലവായി പോകുന്നു, എങ്ങനെ ചിലവായി പോകുന്നു എന്നറിയാത്ത ഒരവസ്ഥ. എങ്ങനെ നോക്കിയാലും പാഴ്ചിലവുകൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ ഉണ്ട്. ഒരു 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവ് തീർച്ചയായിട്ടും അനുഭവത്തിൽ വരും. നമ്മുടെ കൈകളിലേക്ക് വരുന്ന പണം നമുക്ക് നല്ല നല്ല കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റാത്ത അവസ്ഥ, ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥ, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. മേടം രാശിയിൽപ്പെട്ട പലർക്കും കുറച്ച് കാലങ്ങളായി അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ, അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ ഉള്ള വ്യക്തികൾ ധാരാളമാണ്. അതുപോലെ ചെയ്യുന്ന ജോലി, കർമ്മം സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രയാസങ്ങൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ പലർക്കും അനുഭവത്തിലുണ്ട്. ചിലർക്ക് അപ്രതീക്ഷിതമായ ജോലി നഷ്ടപ്പെട്ട അവസ്ഥയോ അല്ലെങ്കിൽ ആ ജോലിയിൽ പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ലഭിക്കാത്ത അനുഭവമോ ഒക്കെ പലർക്കുമുണ്ട്. വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കും പലതരത്തിലുള്ള തടസ്സങ്ങളാണ്. സ്വന്തമായി ബിസിനസ്, തൊഴിലൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവത്തിൽ വരുന്നു. ചിലർക്ക് വളരെ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾക്കനുസരിച്ച് ജോലിക്ക് പരിശ്രമിച്ചാലും പല കാരണങ്ങൾ കൊണ്ടും നമ്മളെക്കാട്ടിൽ കഴിവ് കുറഞ്ഞവർക്ക് പോലും അവരുടെ കർമ്മമേഖലയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. പക്ഷേ മേടം രാശിയിൽപ്പെട്ട പലർക്കും കഴിവിനനുസരിച്ച് പോലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, ഒരു ജോലി ലഭിക്കുന്നില്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, അലച്ചിലുകൾ, അതുപോലെ ഒരുപാട് അലച്ചിലുകൾ, യാത്രാക്ലേശങ്ങൾ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വരുന്നുണ്ട്. പലരെയും സംബന്ധിച്ച് ജീവിതത്തിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് അത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ അതിനുവേണ്ടി ഒരുപാട് അലയുന്ന, പാഴ്ചിലവുകൾ വന്നു ചേരുന്ന അനുഭവം ധാരാളമാണ്. വിവാഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോഴും അതിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ്.
നിങ്ങളെ സംബന്ധിച്ച് സെപ്റ്റംബർ 10 മുതൽ ആ ശനിയിൽ നിന്ന് പൂർണ്ണ ഫലം നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. നിങ്ങൾക്ക് ആ ജോലി സംബന്ധം, നിങ്ങളുടെ കർമ്മ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായി വിട്ടുമാറുന്ന സമയമാണ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള അപ്രതീക്ഷിത മാറ്റങ്ങൾ, യോഗഫലങ്ങൾ അനുഭവത്തിൽ വരും. അതുപോലെ തന്നെ പുതിയ ജോലി അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം, നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. വിദേശ ജോലിക്കൊക്കെ ശ്രമിച്ചാൽ അതും നിങ്ങളിലേക്ക് വന്നു ചേരും. പലരെയും സംബന്ധിച്ച് ആഗ്രഹിച്ച സ്ഥാനത്തേക്കൊരു സ്ഥാനമാറ്റം, ഇടം മാറ്റമൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. കർമ്മം സംബന്ധിച്ചിട്ടുള്ള പല പ്രയാസങ്ങൾ വിട്ടുമാറും. സ്വന്തമായൊരു ബിസിനസ്, തൊഴിൽ സംരംഭങ്ങളൊക്കെ നടത്തുന്ന മേടം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ കർമ്മ മേഖല, ബിസിനസ്, തൊഴിൽ സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ധനവരുമാനം ലഭിക്കുന്ന ഒരവസ്ഥയും അനുഭവത്തിൽ വരും. ചെറുതാണെങ്കിലും നിങ്ങൾക്കൊരു സമ്പാദ്യം അനുഭവത്തിൽ വരുന്ന സമയമാണ്. പാഴ്ചിലവുകളൊക്കെ പതുക്കെ വിട്ടുമാറും. ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും. ആരോഗ്യം വീണ്ടും കിട്ടും. ശരീരത്തിൻ്റെ പുത്തൻ ഉണർവ് ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാലവുമാണ്. ഈ ഒരു കാലഘട്ടം നവംബർ 28 വരെ അപ്രതീക്ഷിതമായി വളരെ വലിയ മാറ്റങ്ങൾ, യോഗഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാത്രാക്ലേശങ്ങൾ, കർമ്മസംബന്ധമായ അലച്ചിലുകൾ, അതുപോലെ ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുക്തി ലഭിക്കുന്ന ഒരു നല്ല കാലഘട്ടം, നല്ല സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് സെപ്റ്റംബർ 10 മുതൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും, നിങ്ങൾ ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് ഈ സമയം ഉപകരിക്കും. ഒരുപാട് ഈശ്വരാനുഗ്രഹം ലഭിക്കും. പല തടസ്സങ്ങളും, ശനി നൽകിയ തടസ്സങ്ങൾ ശനി തന്നെ പൂർണ്ണമായി മാറ്റി ജീവിതത്തിലെ നല്ല മാറ്റങ്ങൾ മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരും. ഈ ഒരു സമയം സ്വന്തം ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മേടം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സെപ്റ്റംബർ 10 മുതൽ നവംബർ 28 വരെയുള്ള കാലഘട്ടം ജീവിതത്തിൽ അപ്രതീക്ഷിത യോഗഫലങ്ങൾ ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വന്ന് ആ ജീവിതത്തിൽ തന്നെ നല്ല മാറ്റം ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ യോഗഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. മിഥുനരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും തടസ്സം, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തികളാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ഏത് കാര്യങ്ങൾക്കും അതിൻ്റേതായ കാലതാമസം, തടസ്സങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ ഒരു 1-2 പ്രാവശ്യം കൊണ്ട് പോലും സാധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങൾക്ക് പല പ്രാവശ്യം കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ് പലരെയും സംബന്ധിച്ച്. ഒരുപാട് തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ട്. ചെയ്യുന്ന ജോലി, തൊഴിൽ സംബന്ധമായിട്ടൊക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഈ കാലഘട്ടത്തിൽ അനുഭവത്തിലുണ്ട്. പലരെയും സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ, അതുപോലെ വണ്ടി വാഹനങ്ങളിൽ നിന്നൊക്കെ മറ്റും ചെറിയ അപകടങ്ങൾ, ഒടിവുകൾ, ചതവുകളൊക്കെ അനുഭവത്തിൽ വന്നവരും ധാരാളമാണ്. കർമ്മസംബന്ധമായ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖലയിലൊക്കെ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള എതിർപ്പുകൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒരു ശത്രുതാ മനോഭാവത്തോടെ മറ്റുള്ളവർ പെരുമാറുക, എത്ര നല്ല രീതിയിൽ പ്രവർത്തിച്ചാലും അതിന് തക്ക ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്ന അവസ്ഥ, അങ്ങനെ കർമ്മ മേഖലയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവത്തിൽ ഉള്ളവരാണ് പ്രധാനമായിട്ടും മിഥുനം രാശിയിൽപ്പെട്ട പല വ്യക്തികളും. നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന പ്രമോഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള സ്ഥാനമാറ്റം, ഇടം മാറ്റം, ഇതിനൊക്കെ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ടാകാം. ചെയ്യുന്ന ജോലി, തൊഴിലിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഒരു സമ്മർദ്ദം, ഒരു സ്ട്രെസ്സൊക്കെ അനുഭവത്തിൽ വരിക, അതിനുവേണ്ടി കുറച്ചധികം അലച്ചിലുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ലഭിക്കുന്ന സമയം. ചിലരെ സംബന്ധിച്ച് ചെയ്യുന്ന ജോലിയിലുള്ള ഒരു പ്രഷർ, ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ജോലി തന്നെ വേണ്ട എന്ന് വയ്ക്കാം എന്ന് വരെ ചിന്തിച്ചിരിക്കുന്ന അവസ്ഥ പലർക്കുമുണ്ട്. അത്രമാത്രം സ്ട്രെസ്സാണ് പലർക്കും അവരവരുടെ കർമ്മ മേഖലയിൽ നിന്ന് അനുഭവത്തിൽ വരുന്നത്. സ്വന്തമായിട്ട് ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും പ്രതീക്ഷിക്കുന്ന ലാഭം ലഭിക്കുന്നില്ല. അനാവശ്യമായ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ധാരാളം അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് മിഥുന രാശിയിൽപ്പെട്ടവർ. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ട്. മിഥുനരാശിയിൽപ്പെട്ട പല വ്യക്തികളെയും സംബന്ധിച്ച് ദമ്പതികൾ രണ്ടുപേരും 2 വീടുകളിലായിട്ടൊക്കെ കഴിയേണ്ട ഒരവസ്ഥയും പലതരത്തിലുള്ള പ്രശ്നങ്ങളുമൊക്കെ പലരുടെയും ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അനുഭവത്തിലുണ്ട്.
വിവാഹത്തിൻ്റെ കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിച്ചാൽ അതിനൊരുപാട് കാലതാമസം, പ്രയാസങ്ങൾ. ചില വ്യക്തികളെ സംബന്ധിച്ച് വിവാഹമൊക്കെ ആലോചിച്ച് കല്യാണ നിശ്ചയം നടത്തിയതിന് ശേഷം വരെ ആ വിവാഹം മുടങ്ങിപ്പോയ അനുഭവവും പലർക്കും ഉണ്ടാകാം. ആ രീതിയിലുള്ള ബുദ്ധിമുട്ട്, അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പലരും വിധേയരാകേണ്ട അവസ്ഥയൊക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മിഥുനരാശിയിൽപ്പെട്ടവർക്കുണ്ട്. സാമ്പത്തികപരമായിട്ട് പലതരത്തിലുള്ള ക്ലേശങ്ങൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ ആർക്കെങ്കിലും പണം ഒരു സഹായം ചെയ്താൽ പോലും നമുക്ക് നമ്മുടെ ആവശ്യത്തിന് തിരിച്ചു കിട്ടാത്ത അവസ്ഥ, സഹായം ചെയ്ത വ്യക്തികൾ തന്നെ ശത്രുക്കളായിട്ട് അനുഭവത്തിൽ വരിക, ഇങ്ങനെ പല തരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് മിഥുനരാശിക്കാർ. ഈ ഒരു സമയം നമുക്ക് ഈ ഒരു വീഡിയോയിൽ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു നൽകുവാൻ സാധിക്കുന്നതുമല്ല. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഓരോ തരത്തിലാണ് ബുദ്ധിമുട്ടുകൾ. നിങ്ങളെ സംബന്ധിച്ച് സെപ്റ്റംബർ 10 മുതൽ നവംബർ 28 വരെയുള്ള സമയം നിങ്ങളിപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ ഏതാണെങ്കിലും ഇതിൽ നിന്നൊക്കെ നല്ല മുക്തി, നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. എല്ലാ തരത്തിലും സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കും. ആ സാമ്പത്തിക പ്രയാസങ്ങളെ മറികടക്കുവാനായിട്ടുള്ളൊരു വഴി, ഒരു ഈശ്വരാനുഗ്രഹം തെളിഞ്ഞു കിട്ടും. ജീവിതത്തിലെ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറും. ശാരീരികപരമായ, ആരോഗ്യപരമായ പ്രതിസന്ധികൾ, ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങളിൽ നിന്നൊരു മുക്തി, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഈശ്വരാനുഗ്രഹം കൂടെ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി, ബിസിനസ്സിലൊക്കെ കർമ്മമേഖലയിൽ അനുഭവത്തിൽ വരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ സമയത്ത് വിട്ടുമാറും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം, ഒരു വഴി നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും. വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സം, പ്രയാസങ്ങൾ വിട്ടുമാറും. ഇങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയം വിട്ടുമാറും. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതിലൊക്കെ ഒരു നല്ല മാറ്റം, ഒരു ഈശ്വരാനുഗ്രഹം ശനി തന്നെ നിങ്ങൾക്ക് നൽകും. ആ ജീവിതത്തിൻ്റെ ആ മന്ദത, അലസത, ആ ഒരു കാലതാമസം ഇതൊക്കെ വിട്ടുമാറി ജീവിതം വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയും നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ഒരു നല്ല മാറ്റം ലഭിക്കുന്ന പുതിയ ഒരു വഴി തെളിഞ്ഞു കിട്ടുന്ന സമയമാണ്. പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ സമയത്ത് വിട്ടുമാറും. സമാധാനമായി മുന്നോട്ട് പോകാം. ഈ ഒരു സമയം മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ മിഥുനരാശിക്കാർക്ക് ഈ കണ്ടകശനി ദോഷം വിട്ടുമാറി എല്ലാ നന്മകളും ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അഷ്ടമ ശനിയിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഈശ്വരാനുഗ്രഹം, അഷ്ടമശനിയുടെ ദോഷങ്ങൾ പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നോക്കുമ്പോൾ ചിങ്ങം രാശിയിൽപ്പെട്ട പല വ്യക്തികളും നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത, അല്ലെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ സ്വപ്നം പോലും കാണുന്നില്ല എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെയാണ് പലരും കടന്നു പോകുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ചേഞ്ചസുകൾ, നെഗറ്റീവ് ചേഞ്ചസുകൾ അനുഭവത്തിൽ വരുന്നു. അത് പലർക്കും പലതരത്തിലാണ് എന്നുള്ളത് മാത്രം. ചിലരെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് വന്ന ആളുകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളോ ആശുപത്രിവാസങ്ങളോ മൂലം അനുഭവത്തിൽ വരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ, മനക്ലേശങ്ങൾ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റിയ അവസ്ഥ, അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള വാഹനത്തിൽ നിന്നുണ്ടായ അപകടങ്ങൾ, അല്ലാതെയുള്ള വീഴ്ചകൾ, അതുമൂലം നടുവ്, കാൽമുട്ട്, ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള ഒടിവുകൾ, ചതവുകളൊക്കെ പലർക്കും അത് ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിയൊരു അനുഭവം ഈ ഒരു അഷ്ടമശനിയുടെ ആരംഭകാലത്ത് അനുഭവത്തിലുണ്ട്. അതുപോലെ ചെയ്യുന്ന ജോലി, കർമ്മം സംബന്ധിച്ചുണ്ടാകുന്ന പല പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഭൂമി സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ചിങ്ങം രാശിയിൽപ്പെട്ട വ്യക്തികൾ മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർ അനുഭവിക്കുന്നത്. എല്ലാവർക്കും ഒരേ പ്രശ്നങ്ങളായിരിക്കണമെന്നില്ല. പലരും പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. ചിലർക്ക് ദാമ്പത്യപരമാണെങ്കിൽ ചിലർക്ക് അപ്രതീക്ഷിതമായ കടബാധ്യതകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. ഏതായാലും ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അനുഭവത്തിലുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രശ്നം നമ്മൾ പരിഹരിച്ച് ആ പ്രശ്നം ഒന്ന് വിട്ടുമാറുന്നു എന്ന ഒരവസ്ഥ വരുമ്പോൾ മറ്റൊരു പ്രശ്നം ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലകളിൽ നിന്ന് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചിങ്ങം രാശിക്കാർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം. അത് ആരോഗ്യപരമാകാം, സാമ്പത്തികമാകാം, ദാമ്പത്യപരമാകാം, സന്താനങ്ങളെ കൊണ്ടാകാം, അങ്ങനെ ചെയ്യുന്ന ജോലി സംബന്ധിച്ചിട്ടാകാം. അപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് ഒരു പ്രശ്നം വന്നു ചേരുക, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം, പ്രതിസന്ധി മറികടന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ അപ്രതീക്ഷിതമായി മറ്റൊരു പ്രയാസം, പ്രതിസന്ധി
അപ്പം ഇങ്ങനെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളിൽ പലരും. നിങ്ങളെ സംബന്ധിച്ച് ഇനി മുന്നോട്ടുള്ള സമയം അപ്രതീക്ഷിതമായിട്ട് ഇത്രയും നാൾ അനുഭവിച്ചു വന്ന പ്രശ്നങ്ങളാണെങ്കിൽ, നെഗറ്റീവ് കാര്യങ്ങളാണെങ്കിൽ, ഇനി മുന്നോട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ഗുണഫലങ്ങൾ, നന്മകൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. അത് അവരവരുടെ കുട്ടികളുടെ സന്താനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും, സാമ്പത്തികപരമായ കാര്യങ്ങളിലാണെങ്കിലും, അവരവരുടെ ജോലി ബിസിനസ് മേഖലയിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് അനുഭവങ്ങൾ, ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന കാലഘട്ടമാണ്. ഇത്രയും നാളും നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ഒരുപോലെ അലട്ടിയിരുന്ന ശനി എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ കാഠിന്യം കുറഞ്ഞ് ആ ശനി നിങ്ങൾക്ക് ഗുണഫലങ്ങൾ നൽകുന്ന സമയമാണ്. ഇത്രയും നാളും തീരെ പ്രതീക്ഷിക്കാത്ത മോശപ്പെട്ട അനുഭവങ്ങളാണെങ്കിൽ സെപ്റ്റംബർ 10 മുതൽ നവംബർ 28 വരെയുള്ള സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ, നന്മകളായിരിക്കും വന്നു ചേരുക. പല വഴിയിൽ കൂടെ നിങ്ങളുടെ കൈകളിലേക്ക് ധനം വന്നു ചേരുന്ന ഒരു അനുഭവം ഉണ്ടാകും. സാമ്പത്തികപരമായ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളെ തരണം ചെയ്തു പോകുവാനുള്ള ഒരു മാർഗം നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും. എത്ര വലിയ ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിലും അതിൽ നിന്നൊരു മുക്തി, ഒരു മോചനം നിങ്ങളിലേക്ക് വന്നു ചേരും. സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആകുലത, വേവലാതി, ആശങ്കകൾ വിട്ടുമാറുക. ദാമ്പത്യപരമായ പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാവുക. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന കാലതാമസം, തടസ്സം, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. നിങ്ങളെ സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഈ കാലഘട്ടങ്ങളിൽ വിട്ടുമാറും. ഈശ്വരാനുഗ്രഹം വളരെയധികം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ തരത്തിലുള്ള ജീവിതത്തിലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾക്കൊരു മാറ്റം ലഭിച്ച്, നിങ്ങളുടെ ജീവിതത്തിലൊരു വെളിച്ചം, ഒരു ഈശ്വരാനുഗ്രഹം ലഭിച്ച് നിങ്ങൾക്കൊരു പുതിയ വഴിയിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുവാൻ ശനി തന്നെ ഒരു കാരണമായി തീരുന്നു എന്നുള്ളതാണ് സത്യം. ധാരാളം ഗുണാനുഭവങ്ങൾ, നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ അപ്രതീക്ഷിതമായി വന്നു ചേരും. ഇത്രയും നാളും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ നെഗറ്റീവായിട്ടുള്ള, അൺപ്രഡിക്റ്റബിളായിട്ടുള്ള നെഗറ്റീവ് ചേഞ്ചസുകളൊക്കെ വിട്ടുമാറി പോസിറ്റീവായിട്ടുള്ള ഗുണഫലങ്ങൾ, നന്മകൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വന്നു ചേരും. ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോരുത്തർക്കും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഓരോ വിധത്തിലായിരിക്കും എന്ന് മാത്രം. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ലഭിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. ഈ ഒരു സമയം ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവൈശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങളാണ് ഈ ഒരു സമയം അനുഭവത്തിൽ വരുന്നത്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല എന്നുള്ള അവസ്ഥയാണ്. കാരണം ശനി നിങ്ങൾക്ക് 7ാം ഭാവത്തിൽ കണ്ടകനായിട്ട് സഞ്ചരിക്കുന്ന ഒരു സമയവുമായിരുന്നു. ഈ ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ കന്നിരാശിക്കാർക്ക് മാനസികമായിട്ടുള്ള അലച്ചിലുകൾ, വിഷമതകളൊക്കെ ധാരാളം അനുഭവത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിൽ കൂടിയാണ് പലരും കടന്നു വരുന്നത്. കന്നിരാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓരോ കാരണങ്ങൾ മാറി മാറി വരും നമ്മുടെ മനസ്സമാധാനക്കേടിന് കാരണമാകുന്ന തരത്തിൽ. അത് പലർക്കും പല തരത്തിലായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചിലർക്ക് അവരവരുടെ സന്താനങ്ങളെ കൊണ്ടുള്ള ആകുലതകൾ, ആശങ്കകൾ, മറ്റു ചിലർക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, ചിലർക്ക് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ, ചിലർക്ക് സ്വന്തം ബന്ധങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്ന്, ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിന്ന് എത്ര നല്ലത് ചെയ്താലും തിരിച്ച് അവരിൽ നിന്ന് ശത്രുത, മനസ്സിനെ മടുപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിന് വിഷമം നൽകുന്ന രീതിയിലുള്ള സംസാരം, വാക്കുകൾ, പ്രവൃത്തികൾ അനുഭവത്തിൽ വരുന്ന സമയം. മറ്റുള്ളവരെ സംബന്ധിച്ച് സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, ബാധ്യതകൾ മൂലമുണ്ടാകുന്ന മനോവിഷമങ്ങൾ, മനപ്രയാസങ്ങൾ. മറ്റു ചിലരെ സംബന്ധിച്ച് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും കോടതി കേസ് വ്യവഹാരങ്ങൾ അകപ്പെടുന്ന അവസ്ഥ, അതുമൂലമുണ്ടാകുന്ന മനക്ലേശങ്ങൾ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടെയാണ് കന്നിരാശിയിൽപ്പെട്ട പല വ്യക്തികളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് അതിനൊക്കെ ഒരു നല്ല മാറ്റം, ഗുണഫലങ്ങൾ നൽകുന്ന ഒരനുഭവത്തിൽ വരുന്ന സമയമാണ്. അതുപോലെ തന്നെ പലർക്കും ഭൂമി സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട്. സ്വന്തമായൊരു ഭൂമിയുണ്ട്, അത് വിൽക്കാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. അതിന് പലതരത്തിലുള്ള തടസ്സങ്ങൾ. ആ ഭൂമി വിറ്റ് പോയിരുന്നെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് ആ സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഭൂമി വിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സെപ്റ്റംബർ 10 ശേഷം വരുന്ന കാലഘട്ടം ഭൂമി വിൽക്കുവാനും അതുമൂലം ലഭിക്കുന്ന ധനം കൊണ്ട് പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും. സ്വന്തമായൊരു ഭൂമിയുണ്ട്, ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ചു, അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല, പലതരത്തിലുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ അതിൽ വന്നു ചേരുന്ന വ്യക്തികൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ആ ഭൂമി സംബന്ധമായുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറുക. ഗൃഹനിർമ്മാണം പകുതി വഴിയിൽ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരും.
കന്നിരാശിയിൽപ്പെട്ടവർ അനുഭവിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം വിവാഹം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. കാരണമോ കാര്യമോ അറിയാതെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകുന്നു. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ദാമ്പത്യ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വിവാഹിതരായ വ്യക്തികൾ പലരും ഒന്ന് വേർപിരിഞ്ഞ് അല്ലെങ്കിൽ കുറച്ചു കാലം എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് രണ്ടുപേരും രണ്ട് കുടുംബത്തിലായി കഴിയേണ്ട അവസ്ഥ, അതല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു വളരെ നല്ല ബന്ധമാണെങ്കിലും ഒരുമിച്ച് താമസിക്കാൻ കഴിയാതെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും മറ്റ് പല കാരണങ്ങൾ കൊണ്ടാണെങ്കിലും രണ്ടുപേരും രണ്ട് ദേശത്ത് വസിക്കേണ്ട അനുഭവം, അവസ്ഥയൊക്കെ പലർക്കും ഈ ഒരു കാലഘട്ടങ്ങളിൽ അനുഭവത്തിലുള്ളതാണ്. വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ഇറങ്ങിത്തിരിച്ചാലും ഒരു വിവാഹം നടന്ന് കിട്ടുവാനായിട്ട് ഒരുപാട് പരിശ്രമം നടത്തേണ്ട അവസ്ഥ, ഒരുപാട് അലച്ചിലുകൾ അനുഭവത്തിൽ വരേണ്ട അവസ്ഥ, അനുയോജ്യമായിട്ടുള്ളൊരു ബന്ധം ലഭിക്കുന്നതിന് പലതരത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ കന്നിരാശിയിൽപ്പെട്ട പലരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ശനി 7ാം ഭാവമായി കളത്ര സ്ഥാനത്ത് കണ്ടകനായി സഞ്ചരിക്കുന്ന സമയം, ഇപ്പോൾ ശനിയുടെ ആ വക്രഗതിയിൽ ശനി പൂർണ്ണ ബലവാനായി വരുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നന്മകൾ, നേട്ടങ്ങൾ, നന്മകളൊക്കെ വന്നു ചേരുന്ന ഒരനുഭവം. അതുപോലെ പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും വിട്ടുമാറും. കന്നിരാശിക്കാരെ സംബന്ധിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്കുണ്ടായിരുന്ന മനോവിഷമങ്ങൾ, ആകുലത, പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് വിട്ടുമാറുകയും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ സന്താനങ്ങളുടെ ഭാഗത്തു നിന്ന്, കുട്ടികളുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള സംസാരം, പെരുമാറ്റം, പ്രതികരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങളിലേക്കൊരു നല്ല തരത്തിലുള്ള അനുഭവം വന്നു ചേരുക. ഇപ്പോൾ സന്താനങ്ങളെ കൊണ്ടുണ്ടായിട്ടുള്ള പല മനപ്രയാസങ്ങളും വിട്ടുമാറും. അവരിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം, സന്തോഷം, സുഖം ലഭിക്കുന്ന തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. പലതരത്തിലുള്ള പ്രയാസങ്ങളും വേർപിരിവുകളും വിട്ടുമാറുക. അപ്പോൾ സന്താനങ്ങളുമായി കൂടി ചേർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ സന്താനങ്ങൾക്കും നല്ല ഗുണഫലം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങൾക്ക് അത്രമേൽ ഉത്തമമാണ്. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു അനുയോജ്യമായിട്ടുള്ള ഒരു മംഗല്യഭാഗ്യം, വിവാഹ യോഗമൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സുഖം, സമാധാനം, പരസ്പരപര അന്യോന്യം, സന്തോഷമൊക്കെ വന്നു ചേരും. ഈ ഒരു സമയത്തിന് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തൂ. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാലുള്ള സമയവും കാലവും കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. കന്നിരാശിക്കാർക്ക് വളരെ വളരെ സമയം അനുകൂലമാണ്. മുന്നോട്ട് എല്ലാവിധ നന്മകളും ശനീശ്വരൻ തന്നെ നിങ്ങൾക്ക് നൽകും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സമയം എല്ലാ നന്മകളും ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്കിപ്പോൾ അർദ്ധാഷ്ടമ ശനിയുടെ കാലഘട്ടമാണ്. ശനി 4ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. പലരും പറയും ഇത് കണ്ടകശനിയാണെന്ന്. അല്ല, കണ്ടകശനിയുടെ ദോഷം നമുക്ക് പൂർണ്ണമായ അനുഭവത്തിൽ വരണമെങ്കിൽ ശനി 7, 10 ഭാവങ്ങളിലൊക്കെ സഞ്ചരിക്കണം. 4ാം ഭാവം എന്ന് പറയുന്നത് അഷ്ടമത്തിൻ്റെ പകുതി, അർദ്ധാഷ്ടമ ശനിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കുറച്ച് കാലങ്ങളായി സുഖാനുഭവങ്ങൾ തീരെ ഇല്ലാത്ത വ്യക്തികളാണ്. അത് മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും ഒറ്റ വാക്കിൽ പറയാം. മനസ്സിനെയും ശരീരത്തെ അലട്ടുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. മനസ്സിന് തന്നെ ഒരു ബലമില്ലാത്ത അവസ്ഥ, ഒരു ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം ഇല്ലാതെ മുന്നോട്ട് പോകേണ്ട ഒരനുഭവം. നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ ആ ശ്രമങ്ങൾക്കനുസരിച്ച് ഒരു ഫലം ലഭിക്കാതിരിക്കുന്ന അനുഭവം. നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നോ ഇടങ്ങളിൽ നിന്നോ നമ്മളുടെ മനസ്സിന് നല്ലൊരു സന്തോഷ സമാധാനം നൽകുന്ന തരത്തിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ലഭിക്കുന്നില്ല. മനസ്സിനെ അലട്ടുന്ന, ആശയക്കുഴപ്പത്തിലാക്കുന്ന, സ്വസ്ഥത നശിപ്പിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും അനുഭവത്തിൽ വരുന്ന സമയമാണ്. അങ്ങനെയാണ് പലരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളുണ്ട്. നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഭാഗത്ത് അത്രമേൽ മതിപ്പ് ലഭിക്കാത്ത ഒരു അനുഭവം. കുടുംബ ബന്ധങ്ങൾ, അതായത് സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലാണെങ്കിലും സഹോദരങ്ങളുമായിട്ടൊക്കെ പലതരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന സമയം. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സഹോദരങ്ങളുമായി എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്ക് തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാത്തവർ വളരെ കുറവാണെന്ന് പറയാം. അപ്പോൾ സഹോദരങ്ങളുടെ ഇടയിൽ, ആ ഒരു രക്തബന്ധങ്ങളുടെ ഇടയിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, മനപ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പലരും ധാരാളമായിട്ട് അവർ അനുഭവിക്കുന്നവരുമുണ്ട്.
ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് പലതരത്തിലുള്ള മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം മുന്നോട്ടുള്ള സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന അനുഭവങ്ങളുണ്ടാകും. ഒരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ലഭിക്കുന്ന അനുഭവങ്ങൾ, ഒരു നല്ല മാറ്റത്തിനുള്ള സാധ്യതയാണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ളത്. സാമ്പത്തികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് ധനുരാശിയിൽപ്പെട്ട പല വ്യക്തികളും. അത് ഏത് തരത്തിലാണെന്ന് ചോദിച്ചാൽ പലർക്കും പല തരത്തിലാണെന്നാണ് അതിനുള്ള ഉത്തരം. ഏതായാലും സാമ്പത്തികപരമായിട്ട് ധാരാളം പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ ഉള്ള വ്യക്തികളാണ് ഇപ്പോൾ ധനുരാശിയിൽപ്പെട്ട പലരും. കുടുംബ ബന്ധങ്ങളിൽ, ദാമ്പത്യ കുടുംബ ജീവിതത്തിലുമൊക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു മുന്നേറ്റ കാലഘട്ടമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഏതാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്കൊരു നല്ല മാറ്റം ലഭിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സാമ്പത്തികപരമായിട്ടുള്ള ഒരു മാറ്റമാണ്. എത്ര വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിൽ നിന്നൊരു മാറ്റം ലഭിക്കും. നിങ്ങളുടെ കൈകളിലേക്ക് അപ്രതീക്ഷിതമായ ധനം, പണം വന്നു ചേരുന്ന അനുഭവം നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾ കുറയ്ക്കുക. ആ കുടുംബത്തിലേക്ക് ഒരു സമാധാനം, സന്തോഷം ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും. ഇത്രയും നാളും ആ കുടുംബത്തിൽ അത്രമേൽ സുഖമോ സ്വസ്ഥതയോ ലഭിക്കാതിരുന്ന വ്യക്തികൾക്ക് ഇനി മുന്നോട്ടുള്ള സമയം അപ്രതീക്ഷിതമായി ചില മംഗള കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കുന്ന സമയവും, കുടുംബ ബന്ധങ്ങളിലും സുഹൃത്തുക്കളുടെ ഇടയിലും സഹോദരങ്ങളുടെ ഇടയിലുമൊക്കെ നിലനിന്നിരുന്ന നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന ആ പ്രതിസന്ധികളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സ് ഒന്ന് തെളിയുന്ന സമയവും കൂടിയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു സമയം ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ധനുരാശിക്കാരുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി ഒരു ശാരീരികമായ സുഖം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടവും, നിങ്ങളുടെ ശരീരത്തിനൊരു ഉന്മേഷം, ഒരു പുത്തൻ ഉണർവ് വന്നു ചേരുന്ന സമയം. ധനുരാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഏതെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാവുക. അതുപോലെ മാതാവിൽ നിന്ന് ധാരാളം ഗുണഫലങ്ങൾ ധനുരാശിക്കാർക്ക് ഈ സമയം ലഭിക്കും. അതുപോലെ ഗൃഹനിർമ്മാണം സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ, ഒരു വീട് നിർമ്മിക്കുന്നതിന് ഇറങ്ങിത്തിരിച്ച് എന്തെങ്കിലും തടസ്സങ്ങളോ പ്രതിസന്ധികളോ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ 4-ാം ഭാവം ഗൃഹത്തെ കുറിക്കുന്ന ഭാവമായതുകൊണ്ട് ആ വീട് സംബന്ധം, ഗൃഹസംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി അതൊക്കെ പുനരാരംഭിച്ച് ഗൃഹനിർമ്മാണമൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന അനുഭവം, അതിനുവേണ്ട ധനം കൈകളിലേക്ക് വന്നു ചേരുക. ഇങ്ങനെ ഒരുപാട് നന്മകൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരും. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ദാമ്പത്യ കുടുംബജീവിതത്തിലും അതുപോലെ ഒരു വിവാഹത്തിൻ്റെ കാര്യത്തിലുമൊക്കെ നല്ല നല്ല ഗുണാനുഭവങ്ങൾ ഈ ഒരു സമയത്ത് വന്നു ചേരും. ധനുരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ സമയം അവരവരുടെ ആ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ധനുരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയം ആരംഭിക്കുകയാണ്. 7.5 ശനിയുടെ അവസാന കാലഘട്ടമായ പാദശനിയിൽ കൂടെ സഞ്ചരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് ശനി വക്രഗതിയിൽ പൂർണ്ണ ബലവാനാകുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും വിട്ടുമാറി ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ടുള്ള സമയം അപ്രതീക്ഷിതമായിട്ടുള്ള ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. പലർക്കും ഈ സമയം യാത്രകൾ അനുഭവത്തിൽ വരാം. അതായത് ഒരു വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശ ജോലി ലഭിക്കുന്ന സമയം, അതിൽ അപ്രതീക്ഷിതമായി ചില പുണ്യസ്ഥലങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് പോയി കണ്ട് വരുവാൻ പറ്റുന്ന ഒരു അനുഭവം വന്നു ചേരും. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഇത്രയും കാലം ജീവിതത്തിൽ അലച്ചിലുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവത്തിൽ വന്ന വ്യക്തികൾക്ക് അപ്രതീക്ഷിതമായി ശുഭകരമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ, ചിലവുകൾ നടക്കുന്ന സമയം. പലർക്കും ഒരു വണ്ടി വാഹന യോഗത്തിനുള്ള സമയമാണ്. സ്വന്തമായി ഭൂമി വാങ്ങുവാനും ഗൃഹം നിർമ്മിക്കുവാനും മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം നിങ്ങൾക്ക് പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനും ഇങ്ങനെയുള്ള ചില മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സമയം. അവരവരുടെ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് തന്നെ വാങ്ങുവാനുള്ളതായിട്ടുള്ളൊരു ധനം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്ന സമയമാണ്. ഏതായാലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുംഭം രാശിക്കാർ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള മനപ്രയാസങ്ങൾക്കും ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലങ്ങളാണ് ശനി നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത്.
ശനി പ്രപഞ്ചത്തിൻ്റെ തന്നെ കർമ്മകാരകനും ആയുസ്സിനെ കുറിക്കുന്ന ഗ്രഹം ആയുൾകാരകനുമാണ്. അതിനാൽ നിങ്ങളെ സംബന്ധിച്ച് കുംഭം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ ചെയ്യുന്ന ജോലി ബിസിനസ് മുഖാന്തരം ആഗ്രഹിച്ച ഉയർച്ച ലഭിക്കാതെ, അല്ലെങ്കിൽ അതിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ജോലിയില്ലാത്ത അവസ്ഥ, ആഗ്രഹിച്ച ജോലിയിൽ ഉയർച്ച ലഭിക്കാത്ത അനുഭവം, ഇങ്ങനെയൊക്കെ ഉള്ള വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്റ്റംബർ 10 മുതൽ കർമ്മ മേഖലയിൽ വളരെ നല്ല മാറ്റങ്ങളും ഗുണഫലങ്ങളുമൊക്കെ അനുഭവത്തിൽ വരും. അതുമൂലം നല്ലൊരു പണം, പേര്, പ്രശസ്തി ഒക്കെ ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭവുമാണ്. പുതിയതായിട്ട് ബിസിനസ് സംരംഭങ്ങൾ, തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി, വിദേശ ജോലിയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്കൊക്കെ കാലം വളരെ വളരെ അനുകൂലമാണ്. നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, ലാഭങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകൾ കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ശനി തന്നെ നൽകും എന്നുള്ളതാണ്. ഇത്രയും കാലം ശനി നിങ്ങൾക്ക് നൽകിയിരുന്ന എല്ലാവിധത്തിലുള്ള ദോഷഫലങ്ങളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായി വിട്ടുമാറുന്ന സമയം. ഇപ്പോൾ ഏഴര ശനിയുടെ അവസാന കാലഘട്ടമായ പാദശനിയിൽ ശനി പാദത്തിലെത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പലരെയും സംബന്ധിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവത്തിലുണ്ട്. അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന സമയം, എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണ വിജയത്തിലെത്തുന്ന സമയം. നിങ്ങളുടെ ജീവിതത്തെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. നിങ്ങൾ എടുത്തു വയ്ക്കുന്ന ഓരോ ചുവടുകളും ഇനി മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല അടിത്തറ നൽകുന്ന, ജീവിത ഉയർച്ച നൽകുന്ന തരത്തിലായിരിക്കും ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരിക. കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ജോലി സംബന്ധമായിട്ട്, ആരോഗ്യ സംബന്ധമായി, പണം സംബന്ധമായി, വിവാഹ, ദാമ്പത്യ, കുടുംബജീവിതപരമായിട്ടുമൊക്കെയുള്ള എല്ലാ ക്ലേശങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നന്മകൾ, ഭാഗ്യാനുഭവങ്ങളാണ് ശനി വക്രഗതിയിൽ പൂർണ്ണ ബലവാനാകുന്നതോടുകൂടി ലഭിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഈ ഒരു സമയം ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ കുംഭം രാശിക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും സമയം വളരെ അനുകൂലമാണ്. നിങ്ങൾക്ക് ഏഴര ശനിയുടെ ആരംഭമാണ്. ശനി 12-ാം ഭാവമായി വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. അപ്പോൾ ശനിയുടെ വക്രഗതി കാലഘട്ടം ജൂലൈ 13-ന് ആരംഭിച്ചെങ്കിലും ആ ശനി ഒരു പൂർണ്ണ ബലത്തിലെത്തുന്ന സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ പല നന്മകളും യോഗങ്ങളും ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും. ഇത്രയും നാളും ഒരുപാട് അലച്ചിലുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ അനുഭവിച്ചിരുന്നവരാണ് മീനം രാശിക്കാർ. പാഴ്ചിലവുകളുടെ ഒരു ഘോഷയാത്ര തന്നെ പലർക്കും ജീവിതത്തിൽ അനുഭവത്തിലുണ്ട് എന്ന് പറയുന്നതാണ് സത്യം. 10 രൂപ കയ്യിലേക്ക് വന്നാൽ അതിൻ്റെ ഇരട്ടിക്കിരട്ടി ചിലവ് വരിക. ചിലവ് ഏത് വഴികളിൽ കൂടെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ ഈ ചിലവുകൾ ശുഭച്ചിലവുകളാണെങ്കിൽ ഉത്തമമായിരുന്നു. എന്നാൽ പലരെയും സംബന്ധിച്ച് പലതരത്തിലുള്ള പാഴ്ചിലവുകളാണ് ധാരാളം അനുഭവത്തിൽ വരിക. നമ്മളൊരു ശുഭകാര്യത്തിനെന്ന് പറഞ്ഞ് ചിലവഴിക്കുന്ന പണം പോലും പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം, അതാണ് യഥാർത്ഥ സത്യം. അത് ചിലരെ സംബന്ധിച്ച് ആശുപത്രിവാസങ്ങൾ, ആരോഗ്യപരമായ കാര്യങ്ങൾക്കൊക്കെ പണം ചിലവഴിക്കേണ്ട അവസ്ഥ, ചിലർക്ക് ഒരു വിദേശ ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ പണം കൊടുത്ത് ആ ജോലി ശരിയാകാതെ ആ പണം തിരിച്ച് ലഭിക്കുവാൻ വേണ്ടി അതിന് പുറകെ നടക്കേണ്ടി വരുന്ന ഒരു അനുഭവമൊക്കെ പലർക്കും ഉണ്ട്. കൊടുത്ത പണം തിരികെ ലഭിക്കുന്നില്ല. മറ്റൊരാളെ സഹായിക്കാനായി പണം കടം കൊടുത്തു, നമ്മുടെ ആവശ്യത്തിന് അത് ലഭിക്കുന്നില്ല. അതിനുവേണ്ടി നമ്മൾ ചോദിച്ച് നടക്കുന്നത് മൂലം അവരുമായൊരു ശത്രുതാ മനോഭാവമൊക്കെ പലർക്കും അനുഭവത്തിലുണ്ട്. നമ്മളേറെ വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ എന്നും ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന പലരിൽ നിന്നും മോശപ്പെട്ട അനുഭവങ്ങൾ, വിശ്വാസവഞ്ചന, അങ്ങനെ പല തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളാണ് മീനം രാശിയിൽപ്പെട്ട പലരും അനുഭവിക്കുന്നത്. ഒരു ജോലി ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് കർമ്മസംബന്ധമായി വളരെയധികം അലച്ചിലുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവത്തിലുള്ള ഒരു സമയവും കാര്യങ്ങളുമാണ്. അതുപോലെ അനാവശ്യമായ പാഴ്ചിലവുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവത്തിൽ വരുന്നു. നിങ്ങളെ സംബന്ധിച്ച് സെപ്റ്റംബർ 10 മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അനാവശ്യമായ അലച്ചിലുകളൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. നിങ്ങളുടെ ജോലിയിൽ, ബിസിനസ്സിലൊക്കെ നിങ്ങളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറി ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലം നിങ്ങൾക്ക് ലഭിക്കും. നല്ല ആരോഗ്യപരമായ ഒരു മുന്നേറ്റം, ഒരു സമയമാണ് നിങ്ങൾക്ക്. ശാരീരികപരമായിട്ടുള്ള പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രതിസന്ധികളും ഈ ഒരു കാലഘട്ടത്തിൽ വിട്ടുമാറി മനസ്സിന് തന്നെ ഒരു സമാധാനം, സുഖമൊക്കെ ലഭിക്കും. ഇത്രയും നാളും പാഴ്ചിലവുകളായിരുന്നെങ്കിൽ ഇപ്പോൾ ആ പാഴ്ചിലവുകളൊക്കെ വിട്ടുമാറി അപ്രതീക്ഷിതമായ ചില ശുഭ ചിലവുകൾ, മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ, യാത്രകളിൽ കൂടെ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഒക്കെ വന്നു ചേരുന്ന സമയം. വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അതിനുവേണ്ടി കുറച്ച് കാലങ്ങളായി പരിശ്രമിക്കുന്നവർക്ക് ആ ജോലിയിൽ പ്രവേശിക്കാനുള്ള സമയമാണ് സെപ്റ്റംബർ 10 മുതൽ നവംബർ 28 വരെയുള്ള കാലഘട്ടം.
വിദേശത്ത് ജോലി ചെയ്യുന്ന മീനം രാശിക്കാർക്കും ആ കർമ്മസംബന്ധമായ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറും. ചെറുതാണെങ്കിൽ പോലും നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ഒരു സമ്പാദ്യമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കും. പലതരത്തിൽ മനസ്സിനെ, ശരീരത്തെ അലട്ടിയിരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. പാഴ്ചിലവുകൾ കുറയും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ, നന്മകളൊക്കെ പലർക്കും വന്നു ചേരുന്ന സമയം. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പരസ്പരം ഒരു അന്യോന്യം ലഭിക്കുന്ന സമയം. ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരസ്പരം പറഞ്ഞ് സംസാരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങളാൽ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ കാര്യവും. എല്ലാ തരത്തിലും ഒരു ഈശ്വരാനുഗ്രഹം മീനം രാശിക്കാർക്ക് ലഭിക്കും. മീനം രാശിക്കാരെ സംബന്ധിച്ച് പലരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കത് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കില്ല. നമ്മുടെ തലയ്ക്ക് മുകളിൽ നമുക്ക് താങ്ങാവുന്നതിലും കൂടുതൽ ഭാരം കയറ്റിയാൽ അല്ലെങ്കിൽ എടുത്തു വെച്ചാൽ നമുക്ക് നടക്കാൻ പോലും, ഓരോ കാൽ ചുവടുകൾ വയ്ക്കുവാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. അതുപോലുള്ള അനുഭവം ധാരാളം മീനം രാശിക്കാർക്കുണ്ട്. ആ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് താങ്ങാവുന്നതിന് കൂടുതലുള്ള ഭാരം അത് എടുത്തു മാറ്റിയാൽ എത്രമാത്രം ആശ്വാസം, ഒരു സുഖം, സന്തോഷമാണോ ഓരോ വ്യക്തികൾക്ക് ലഭിക്കുന്നത്, അതുപോലെയുള്ള അനുഭവങ്ങളാണ് സെപ്റ്റംബർ 10 മുതൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. ഇതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും, അത് മാനസികമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി അതിൽ നിന്നൊക്കെ നല്ല മോചനം ലഭിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു സമാധാനം, സുഖം, സന്തോഷം വന്നു ചേരുകയും നിങ്ങൾക്കും ജീവിതത്തിലൊരു ഉയർച്ചയുടെ കാലഘട്ടം, ഒരു നല്ല വഴി തെളിഞ്ഞ് കിട്ടുന്ന സമയവുമാണ്. ഇതിനെ മീനം രാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം മീനം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഈ ഒരു ശനീശ്വരൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.